ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025-26 കേരളത്തിൽ നടന്ന ആദ്യ സംഭവങ്ങളാണ്. 2026 ഇനി നടക്കാൻ പോകുന്ന PSCയുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ഭാഗമാണിത്. എല്ലാവരും നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൽ ആദ്യമായി ഒരേ ദിവസം തന്നെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച സർക്കാർ മെഡിക്കൽ കോളേജ്. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ആദ്യമായി ഒരേ ദിവസം തന്നെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച സർക്കാർ മെഡിക്കൽ കോളേജ്. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ക്വസ്റ്റ്യൻ നമ്പർ 2: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത നേടിയ നഗരസഭ. ശ്രീകണ്ഠപുരം, കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത നേടിയ നഗരസഭയാണ് ശ്രീകണ്ഠപുരം, കണ്ണൂർ. ക്വസ്റ്റ്യൻ നമ്പർ 3: കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വന്നത്. കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വന്നത് കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി ഒരേ ദിവസം തന്നെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച സർക്കാർ മെഡിക്കൽ കോളേജാണ് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത നേടിയ നഗരസഭയാണ് ശ്രീകണ്ഠപുരം, കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വന്നത് കോഴിക്കോട് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4: കേരളത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? നെടുമങ്ങാട്, തിരുവനന്തപുരം. ആനിമൽ ബർത്ത് കൺട്രോൾ ABC. കേരളത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് ആരംഭിച്ചത് നെടുമങ്ങാട്, തിരുവനന്തപുരത്താണ്. ക്വസ്റ്റ്യൻ നമ്പർ 5: സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ജില്ലാ കുടുംബശ്രീ മിഷൻ കൊല്ലമാണ്. സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ കുടുംബശ്രീ മിഷൻ കൊല്ലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6: കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിച്ചത് കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിച്ചത് കൊട്ടാരക്കര, കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 7: കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് നിലവിൽ വരുന്നത്. കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആനിമേഷൻ ബർത്ത് കൺട്രോൾ യൂണിറ്റ് ആരംഭിച്ചത് നെടുമങ്ങാട്, തിരുവനന്തപുരം. സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ജില്ലാ കുടുംബശ്രീ മിഷൻ കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിച്ചത് കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര, കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 8: കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം ആരംഭിച്ചത് തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം ആരംഭിച്ചത് തലശ്ശേരി. ക്വസ്റ്റ്യൻ നമ്പർ 9: കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് കൊച്ചിയിൽ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് കൊച്ചിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 10: കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. ക്വസ്റ്റ്യൻ നമ്പർ 11: കാർഷിക മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ Agtech ലോഞ്ച് പാഡ് ആരംഭിച്ചത് വെള്ളയാണി, തിരുവനന്തപുരം. കാർഷിക മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ Agtech ലോഞ്ച് പാഡ് ആരംഭിച്ചത് വെള്ളയാണി, തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 12: വിമാന അറ്റകുറ്റപ്പണികൾക്കായി കേരളത്തിലെ ആദ്യത്തെ മെഗാ ഹബ് നിലവിൽ വരുന്നത് നെടുമ്പാശ്ശേരി. വിമാന അറ്റകുറ്റപ്പണികൾക്കായി കേരളത്തിലെ ആദ്യത്തെ മെഗാ ഹബ് നിലവിൽ വരുന്നത് നെടുമ്പാശ്ശേരിയിൽ. നമുക്കൊന്നുകൂടി വായിക്കാം. കേരളത്തിലെ ആദ്യ
സ്പോർട്സ് കേന്ദ്രം ആരംഭിച്ചത് തലശ്ശേരി. കേരളത്തിൽ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് കൊച്ചിയിലെ. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. കാർഷിക മേഖലയിലെ കേരളത്തിലെ ആദ്യ കെ-ആഗ്ടെക് ലോഞ്ച് പാഡ് ആരംഭിച്ചത് വെള്ളായണി, തിരുവനന്തപുരം. വിമാന അറ്റകുറ്റപ്പണികൾക്കായി കേരളത്തിൽ ആദ്യ മെഗാ ഹബ് നിലവിൽ വരുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. കേന്ദ്ര റെയിൽവേയുടെ യാത്രാസുവിധ കേന്ദ്രം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ. കേന്ദ്ര റെയിൽവേയുടെ യാത്രാസുവിധ കേന്ദ്രം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 15. സമഗ്ര പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്ത പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് തഴക്കര, ആലപ്പുഴ. സമഗ്ര പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്ത പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് തഴക്കര, ആലപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 16. മികച്ച സേവനങ്ങൾക്കും ISO 9001:2015 സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷനുകളിലൊന്നാണ് അർത്തുങ്കൽ, ആലപ്പുഴ. മികച്ച സേവനങ്ങൾക്കും ISO 9001:2015 സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷനുകളിലൊന്നാണ് അർത്തുങ്കൽ, ആലപ്പുഴ. കേന്ദ്ര റെയിൽവേയുടെ യാത്രാസുവിധ കേന്ദ്രം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ജംഗ്ഷൻ. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം. സമഗ്ര പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്ത പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് തഴക്കര, ആലപ്പുഴ. മികച്ച സേവനങ്ങൾക്കും ISO 9001:2015 സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷനുകളിലൊന്നാണ് അർത്തുങ്കൽ, ആലപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 17. കോപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം NS സഹകരണ ആശുപത്രി, കൊല്ലം. കോപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം NS സഹകരണ ആശുപത്രി, കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനമാരംഭിച്ചത് ശാസ്താംകോട്ട, കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനമാരംഭിച്ചത് ശാസ്താംകോട്ട, കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യയിലെ ആദ്യത്തെ AI ടൗൺഷിപ്പ് നിലവിൽ വരുന്നത് എറണാകുളം കൊച്ചി ഇൻഫോ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ AI ടൗൺഷിപ്പ് നിലവിൽ വരുന്നത് എറണാകുളം കൊച്ചി ഇൻഫോ പാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലാദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ആപ്പ് കേരള സഫാരി 2.0 ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലാദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ആപ്പ് കേരള സഫാരി 2.0 ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കോപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സംഘമാണ് NS സഹകരണ ആശുപത്രി, കൊല്ലം. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനമാരംഭിച്ചത് ശാസ്താംകോട്ട, കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ AI ടൗൺഷിപ്പ് നിലവിൽ വരുന്നത് എറണാകുളം കൊച്ചി ഇൻഫോ പാർക്കിൽ. ഇന്ത്യയിലാദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ആപ്പ് കേരള സഫാരി 2.0 ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളം. ആദ്യ നിയോജക മണ്ഡലം ധർമ്മടം. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളം. ആദ്യ നിയോജക മണ്ഡലം ധർമ്മടം. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ആദ്യ പഞ്ചായത്ത് പുല്ലമ്പലം.
പുല്ലമ്പാറ. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ആദ്യ പഞ്ചായത്ത് പുല്ലമ്പാറ. ഇന്ത്യയിൽ ആദ്യമായി കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ 100% അർബുദ സാക്ഷരത നേടിയ നഗരസഭയാണ് കോട്ടയ്ക്കൽ, മലപ്പുറം. ഇന്ത്യയിൽ ആദ്യത്തെ 100% അർബുദ സാക്ഷരത നേടിയ നഗരസഭയാണ് കോട്ടയ്ക്കൽ, മലപ്പുറം. ഒന്നുകൂടി. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം കേരളം. ആദ്യ നിയോജകമണ്ഡലം ധർമ്മടം. ഇന്ത്യയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളം. ആദ്യ പഞ്ചായത്ത് പുല്ലമ്പാറ. ഇന്ത്യയിൽ ആദ്യമായി കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി 100% അർബുദ സാക്ഷരത നേടിയ നഗരസഭയാണ് കോട്ടയ്ക്കൽ, മലപ്പുറം. ഏത് PSC പരീക്ഷ എടുത്ത് നോക്കിയാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഭാഗമാണ്. എല്ലാവരും നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. വേണേ മോക്ക് ടെസ്റ്റ് പോലെ എടുക്കുകയും ചെയ്യാം ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും നോട്ട്സ് എഴുതിയെടുക്കുകയും ചെയ്യണം. ഓക്കെ, ബൈ.